ഹായ് ഗായ്സ്, എല്ലാവർക്കും നോഡി ബേബീസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പുലാവിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, ഈസിയാണ്. അപ്പോൾ ഞാനിന്ന് ഈ വെജിറ്റബിൾ പുലാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറച്ച് മതി നമുക്കിതിൽ. എല്ലാം ഞാൻ ഓരോന്ന് വീതം എടുത്തിട്ടുള്ളൂ. ഇവിടെ ഒരു ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ഒനിയൻ, ചില്ലി, ബീൻസ്, പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എന്തായാലും പേസ്റ്റ് തന്നെയാണ് നമുക്ക് ആവശ്യം. അത് അരച്ച് വെച്ചിരിക്കുക. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ബ്രൊക്കോളി വേണമെങ്കിൽ അതിടാം, പനീർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. പക്ഷേ എല്ലാം ഒരു ചെറിയ ക്വാണ്ടിറ്റി വീതം മതി. ഒരുപാട് വെജിറ്റബിൾസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഞാനിവിടെ എല്ലാം ഓരോന്ന് വീതം ആണ് എടുത്തേക്കുന്നത്. ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം അടുത്തതായിട്ട് നമുക്ക് സ്പൈസസും വളരെ ചെറിയ ക്വാണ്ടിറ്റി മതി, നമുക്ക് ഒരുപാടൊന്നും ആവശ്യമില്ല. അടുത്തതായിട്ട് ബസ്മതി റൈസ്, അത് ഞാനൊരു 30 മിനിറ്റ് നേരമെങ്കിലും കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഒരു കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും നമ്മളത് സോക്ക് ചെയ്ത് തന്നെ എടുക്കാൻ മറക്കരുത്. അപ്പം അതിന് ശേഷം ഞാൻ എന്താണ് ഇവിടെ പ്രഷർ കുക്കറിലാണ് ഞാൻ വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കാൻ പോകുന്നത്. പ്രഷർ കുക്കർ നമുക്ക് കഴുകി വൃത്തിയാക്കി അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യാണ് ഞാനിപ്പം ഉപയോഗിച്ചേക്കുന്നത്. ഈ നെയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഉപയോഗിക്കാം, പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ് എടുത്തേക്കുന്നത്. നമുക്ക് അതിലേക്ക് നമ്മുടെ സ്പൈസസ് എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്ത് അതും ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം സവാള ആഡ് ചെയ്ത് കൊടുക്കുക. സവാള ഒന്ന് ബ്രൗൺ കളറൊന്നും ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. സവാളയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ബാക്കി പച്ചക്കറികളും കൂടെ ആഡ് ചെയ്തൊന്ന് കൊടുക്കുക. അതൊന്ന് വഴറ്റിയെടുക്കുക. ഞാൻ ഗ്രീൻ പീസ് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിത് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് ഗ്രീൻ പീസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഗ്രീൻ പീസും അരി ബസ്മതി റൈസ് ആണെങ്കിലും എല്ലാം നമ്മൾ കുറച്ച് നേരത്തെ തന്നെ കുതിർത്ത് വയ്ക്കുക. ഗ്രീൻ പീസും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ബസ്മതി റൈസ് ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരു 30 മിനിറ്റ് ഞാൻ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ നെയ്യിൽ ഈ പറഞ്ഞ വെജിറ്റബിൾസും നമ്മുടെ സ്പൈസസും ഈ ബസ്മതി റൈസും എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് ഒരു 2 to 3 മിനിറ്റ്സ് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ വെജിറ്റബിൾസും ഈ റൈസും എല്ലാം കൂടെ ഈ നെയ്യിൽ കിടന്നൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത്.
നമുക്ക് അതിന് ശേഷം വെള്ളം ഒഴിക്കാം. പച്ചവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ഈ വെള്ളം ഒഴിക്കുന്നത് എപ്പോഴും നമ്മൾ 1 ഗ്ലാസ് അരിയാണ് എടുക്കുന്നതിന് എങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം എന്ന പ്രൊപ്പോർഷനിലാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പം 1 ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം എന്ന പ്രൊപ്പോർഷനിൽ വേണം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഈ സമയത്ത് തന്നെ നമ്മൾ ഉപ്പൂടെ കറക്റ്റാണോ എന്ന് നോക്കണം. അപ്പം ഞാൻ കുക്കർ അടയ്ക്കാൻ പോവാണ്. അടച്ച് ഒരു 2 വിസിൽ കഴിയുമ്പോഴത്തേക്ക് ഞാൻ കുക്കർ ഓപ്പൺ ചെയ്യും. അതിൽ 2 അല്ലെങ്കിൽ 3 വിസിൽ കഴിയുമ്പോഴത്തേക്കാണ് അത് തനിയെ തന്നെ അതിൻ്റെ ആവി അകത്തെ പ്രഷറെല്ലാം പോയിട്ട് ഞാൻ ഓപ്പൺ ചെയ്തു. നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റാണ്. ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. കാര്യം അത്ര ടേസ്റ്റിയാണ്. സൈഡ് ഡിഷായിട്ടുള്ള കറികളൊന്നും തന്നെ ആവശ്യമില്ല. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തപ്പം പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്ഡേഷൻസ് നിങ്ങൾക്ക് വരും. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.